A and B together can do a work in 18 days. B and C together can do the same work in 30 days. All three arrived on the work site for and first 14 days B and C worked together. A worked alone for some days and he left for his home. സോ ഇനീഷ്യലി 14 ദിവസം കഴിഞ്ഞിട്ടാണ് എ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞിട്ടാണ് എ ലീവ് ചെയ്യുന്നത്. ആഫ്റ്റർ എ ലെഫ്റ്റ് ബി ആൻഡ് സി കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക് ഇൻ 18 ഡേയ്സ് വിത്ത് ബി വർക്കിംഗ് ഓൺ ഫസ്റ്റ് ആൻഡ് തേർഡ് ഡേ ആൻഡ് സി വർക്കിംഗ് ഓൺ എവറി സെക്കൻഡ് ഡേ. ആഫ്റ്റർ ഹൗ മെനി ഡേയ്സ് എ ലെഫ്റ്റ് ദി ഹോം. സോ ഇവിടെ നമ്മളോട് പറയുന്നത് എക്കും ബിക്കും കൂടെ ഈ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടത് 18 ദിവസം ആൻഡ് ബി ആൻഡ് സിക്ക് ഈ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടത് 30 ദിവസം. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ എയും ബിയും കൂടെ ബിയും സിയും കൂടെയാണ് ആദ്യത്തെ 14 ദിവസം വർക്ക് ചെയ്തത്. ഓക്കെ, അത് കഴിഞ്ഞ് കുറച്ച് ദിവസം എ മാത്രം വർക്ക് ചെയ്തു. ഇതെത്രയാണെന്നുള്ളതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് ബിയും സിയും ആണ് വർക്ക് ചെയ്യുന്നത്, പക്ഷെ അവർ ടുഗദർ അല്ല വർക്ക് ചെയ്യുന്നത്. അവർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡേ 1 ബി ആണെങ്കിൽ ഡേ 2 സി വർക്ക് ചെയ്യും, ഡേ 3 ബി വർക്ക് ചെയ്യും. സോ അപ്പോൾ ഒരു 3 ദിവസം നോക്കുവാണെങ്കിൽ 3 ദിവസത്തിൽ 2 ദിവസം ബിയും ആൻഡ് 1 ദിവസം സിയുമാണ് വർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഈ ഫോർമാറ്റിൽ ഇവർ 18 ദിവസം വർക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ ബി ഇതിൻ്റെ 6 ടൈംസാണ് ഉണ്ടാവുക. അപ്പോൾ ബി ഒരു 12 ഡേയ്സും വർക്ക് ചെയ്തിട്ടുണ്ടാവും, സി ഒരു 6 ഡേയ്സും വർക്ക് ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ബീൻ്റെ വർക്ക് ഞാൻ 6 ഡേയ്സ് ആൻഡ് 6 ഡേയ്സ് മുറിക്കുകയാണെങ്കിൽ ബി ഒരു 6 ഡേയ്സ് വർക്ക് ചെയ്തു, സിയും ഒരു 6 ഡേയ്സ് വർക്ക് ചെയ്തു. അപ്പം ബി ആൻഡ് സി 6 ഡേയ്സ് വർക്ക് ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പം വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്, ഇപ്പം വർക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ബി സി ഒരു 14 ദിവസം വർക്ക് ചെയ്തു, പിന്നെ എ കുറച്ച് ദിവസം വർക്ക് ചെയ്തു, ബി ആൻഡ് സി ഒരു 6 ദിവസവും പിന്നെ ബി ഒരു 6 ദിവസവും. ഇങ്ങനെയാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കറിയാം ബിയും സിയും കൂടെ 30 ദിവസം കൊണ്ട് ജോലി തീർക്കുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ബിയും സിയും കൂടെ ചെയ്തിരിക്കുന്നത് 14ഉം 6ഉം 20 ദിവസമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് 30 ദിവസം വേണ്ടതിൽ 20 ദിവസം ചെയ്താൽ 2/3 വർക്കാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇനി അവിടെ ബാക്കി വരുന്ന വർക്ക് എന്ന് പറയുന്നത് 1/3 വർക്കായിരിക്കും. ഈ 1/3 വർക്ക് എയും ബിയും കൂടെയാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ എക്കും ബിക്കും ജോലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടത് 18 ദിവസമാണ്. അപ്പോൾ അതിൻ്റെ 1/3 എന്ന് പറയുമ്പോൾ 6 ദിവസമാണ് എയും ബിയും വർക്ക് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് എ ഒരു 6 ദിവസം വർക്ക് ചെയ്യണം, ബി ഒരു 6 ദിവസം വർക്ക് ചെയ്യണം. അതിൽ ഓൾറെഡി ബീൻ്റെ 6 ദിവസത്തെ വർക്ക് ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കി ഉണ്ടാവുക എൻ്റെ 6 ദിവസത്തെ വർക്കാണ്. സോ വർക്ക് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്യേണ്ടി വരിക, എക്ക് ചെയ്യേണ്ടി വരുന്നുണ്ടാവുക 6 ദിവസമായിരിക്കും എ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ജോലി ഈ പറയുന്ന ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എ വർക്ക് ചെയ്തത് 6 ദിവസമാണ്. പക്ഷേ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എ എപ്പോഴാണ് ലീവ് ചെയ്ത് പോയതെന്നുള്ളതാണ്. ആദ്യത്തെ 14 ദിവസം ബിയും സിയും വർക്ക് ചെയ്തു, അത് കഴിഞ്ഞ് 6 ദിവസം എയും വർക്ക് ചെയ്തു. ഇങ്ങനെ 20 ദിവസത്തിന് ശേഷമായിരിക്കും എ ലീവ് ചെയ്ത് പോയിണ്ടാവുക.